ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലാമാമാങ്കം കൊല്ലത്ത് പൊടി ഒടിച്ച് നടക്കുകയാണ്. നമ്മളിതുവരെ കുട്ടികളുടെ വിശേഷങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഈ കലാമാമാങ്കം ഏറ്റവും ഭംഗിയായി ഇവിടെ അരങ്ങേറാൻ അണിയറയിൽ പ്രവർത്തിച്ച നിരവധി പേരുണ്ട്. നമ്മുടെ അധ്യാപകരുണ്ട്. പ്രത്യേകിച്ച് ചേച്ചി, ഈ കലോത്സവമൊക്കെ വരുന്ന സമയത്ത് സാധാരണ ഇതിന്റെ പിന്നണിയിൽ ആരാണ്, ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നത് ആരാണെന്നൊന്നും പൊതുസമൂഹം അങ്ങനെ പെട്ടെന്ന് അറിയാറില്ല. പ്രത്യേകിച്ച് ഇതിന് പിന്നിൽ നമ്മുടെ അധ്യാപകരുടെ വലിയൊരു ത്യാഗമുണ്ട്. അവർ ഈ ഒരു കലോത്സവം തുടങ്ങുന്നതിന് 2-3 മാസം മുമ്പ് തന്നെ അതിൻ്റെ കൃത്യമായ പ്ലാനിംഗ് ഒക്കെ നടത്തിക്കൊണ്ട് അവർ രംഗത്തെത്തുന്നുണ്ട്. അപ്പോൾ പ്രധാനമായി ഇപ്പോൾ നമ്മളോട് എത്തിയിട്ടുള്ളത് നമ്മുടെ ഈ പന്തലും നമ്മൾ നിൽക്കുന്ന സ്റ്റുഡിയോ ഉൾപ്പെടെ നമുക്ക് സംവിധാനങ്ങളൊക്കെ ഒരുക്കി തന്ന നമ്മുടെ ഈ പന്തലിൻ്റെയൊക്കെ ചുമതലയുള്ള കൺവീനറുമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഗോപകുമാർ സാറാണ്. ഗോപകുമാർ സാർ, നമസ്കാരം. സാറേ, പ്രധാനമായും സാധാരണഗതിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അധ്യാപകരെ കുറിച്ചും ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവരെ കുറിച്ചൊന്നും ആരും ഒരു കാലത്തും ഇപ്പോൾ ഒരുപക്ഷെ ചിന്തിക്കാറില്ല. നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇതിൻ്റെ ഒരു പ്രവർത്തനത്തിന് ഒരു ചിട്ടയായ പ്രവർത്തനം, കൃത്യമായ ഏകോപനം, ഇതെല്ലാം ഇതിലുണ്ടായിട്ടുണ്ട്. അതിന് പിന്നിൽ ആ ഒരു സ്പെഷ്യാലിറ്റി, പ്രചോദനം എന്താണ് സാർ? തീർച്ചയായിട്ടും ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കുട്ടികളുടെ കലാമാമാങ്കമായ കേരള സ്കൂൾ കലോത്സവത്തിന്റെ സംഘാടകരെന്ന് പറയുന്നത് അധ്യാപകരാണ്. അധ്യാപകരെന്ന് പറയുമ്പോൾ 1.25 ലക്ഷത്തോളം വരുന്ന പൊതു അധ്യാപക സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന 40-ലധികം അധ്യാപക സംഘടനകളാണ് കേരളത്തിലുള്ളത്. അതിൽ പ്രമുഖ അധ്യാപക സംഘടനകളുണ്ട്. താരതമ്യേന അംഗബലത്തിൽ ഏറ്റക്കുറച്ചിലുകളുണ്ട്. എങ്കിൽ പോലും എല്ലാ സംഘടനകളും ഓരോ സംഘടനകളുടെയും ശേഷിക്ക് അനുസരിച്ചിട്ടുള്ള വിവിധ സബ് കമ്മിറ്റികളുടെ ചുമതല ഏറ്റെടുത്തുകൊണ്ടാണ് ഈ ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കം ഈ തരത്തിലെ ലോകോത്തര ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നത്. 62ാമത് കലോത്സവത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് 20 സബ് കമ്മിറ്റികളാണ്. 20 സബ് കമ്മിറ്റികളുടെയും ചുമതലകൾ ഏറ്റെടുത്തിട്ടുള്ളത് ജനപ്രതിനിധികൾ, അതിന്റെ ചെയർമാൻമാരുണ്ട്, MLA-മാര്, കോർപ്പറേഷൻ കൗൺസിലർമാര്, അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികൾ, ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലെ ജനപ്രതിനിധികൾ, ഇവരൊക്കെ അതിന്റെ ചെയർമാൻമാരായിട്ടും സംഘാടക സമിതിയുടെ അംഗങ്ങളായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന്റെ മുഴുവൻ സംഘാടന ചുമതല, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അധ്യാപക സംഘടനകളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഈ 62ാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റികളിൽ ഒന്ന് സ്റ്റേജ് പന്തല് കമ്മിറ്റിയാണ്. അതായത് ഈ കലോത്സവത്തിന്റെ നടത്തിപ്പിന് ആവശ്യമായിട്ടുള്ള 24 വേദികളുടെ സംഘാടനം, അതേപോലെ ഇതിൽ പങ്കെടുക്കുന്ന 14,000-ഓളം വിദ്യാർത്ഥികൾ, അതായത് പാർട്ടിസിപ്പൻസ്, അവർക്ക് എസ്കോർട്ടിംഗ് ആയിട്ട് എത്തുന്ന ആയിരക്കണക്കിന് അധ്യാപകര്, അതുപോലെ തന്നെ അവർക്ക് ഒപ്പം വരുന്ന ബഹുമാന്യരായിട്ടുള്ള രക്ഷിതാക്കള്, പിന്നെ ഈ വലിയ കൗമാര കലാമാമാങ്കം കാണുവാനും ആസ്വദിക്കാനും വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വിവിധ കലാസ്വാദകര്, ഈ പ്രദേശത്തെ നല്ലവരായ കലാസ്നേഹികള്, ഇവർക്ക് ഒക്കെ ഉള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്ന അത്രയും വലിയ ജനക്കൂട്ടത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പന്തലും സ്റ്റേജും ഒരുക്കുന്നത്, അതിനുള്ള അവസരം കിട്ടിയിട്ടുള്ളത് ദേശീയ അധ്യാപക പരിഷത്തിനാണ്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഈ മൈതാനം, കൊല്ലം ആശ്രാമം മൈതാനം, ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഈ ആശ്രാമം മൈതാനത്ത് 60,000 ചതുരശ്ര അടിയിലാണ്. അതായത് കേരളത്തിൽ ഇത്രയും വലിയൊരു പന്തൽ വേറെ ഇട്ടിട്ടുണ്ടോ, കേരള സ്കൂൾ കലോത്സവത്തിലല്ലാതെ വേറൊരു പന്തൽ ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം. ഒരുപക്ഷെ മറിച്ച് ആയിരിക്കാം, തർക്കത്തിനില്ല. എങ്കിൽ പോലും വലിയൊരു പന്തൽ ആണ് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വലിയൊരു എഫർട്ടാണ് ഇതിന് പിന്നിലുള്ളത്. അധ്യാപികമാരുടെയും വലിയൊരു എഫർട്ട് ഇതിന് പിന്നിലുണ്ട്. ഈ വേദികളെയൊക്കെ സംയോജിപ്പിക്കുന്നതിന്, പ്രത്യേകിച്ച് പല മേഖലകളിലാണ് വേദികൾ നിൽക്കുന്നത്, ഇതിനെയൊക്കെ ഒരുമിച്ച് ഒരേ പോയിന്റിൽ കേന്ദ്രീകരിക്കുന്നതിന് നിങ്ങളെടുത്ത പരിശ്രമം എങ്ങനെയായിരുന്നു? വളരെ നല്ലൊരു എഫേർട്ടാണ് അതിന്റെ പിന്നിലെടുത്തത്. അപ്പോൾ ഈ കാലം നമ്മൾ സ്റ്റേജ് ആൻഡ് പന്തൽ എന്ന് പറയുന്നത് ജെൻസിന്റെ അല്ലെങ്കിൽ പിന്നെ ടീച്ചേഴ്സിന് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതിനകത്ത് ലേഡീസ് എന്താണ് റോൾ എന്നുള്ളത് നമുക്ക് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഞങ്ങൾ വളരെ മുമ്പ് ഇതിന്റെ 19-ാം തീയതി ഇതിന്റെ പിന്നെ പന്തൽ കാൽനാട്ട് കർമ്മം നടന്നത് അതിന് മുമ്പ് മുതൽ തന്നെ ഞങ്ങൾ അതിന്റെ ഒരു എഫേർട്ട് തുടങ്ങിയിരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങളത് 3 ക്ലസ്റ്ററായിട്ട് തിരിക്കുകയും എല്ലാ പിന്നെ വേദിയിലും, അതായത് 24 വേദികളുണ്ട്. ഈ 24 വേദികളിലും നമ്മൾ കൃത്യമായിട്ട് പിന്നെ ടീച്ചേഴ്സ് അവിടെ ഉണ്ട്. ഇപ്പോഴും എന്ത് കാര്യത്തിനും എന്ത് ആവശ്യത്തിനും നമ്മുടെ ദേശീയ അധ്യാപക പരിഷത്തിന്റെ ടീച്ചേഴ്സ് അവിടെ തന്നെ ഉണ്ട്. താങ്ക് യു. എന്തായിരുന്നാലും വലിയ സജ്ജമാണ് ദേശീയ അധ്യാപക പരിഷത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെയുള്ള പന്തൽ നടപടികൾ, പ്രത്യേകിച്ച് പന്തലിട്ട് അതിൻ്റെ കൃത്യമായ നടത്തിപ്പൊക്കെ അവർ കൃത്യമായി തന്നെ എത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രഹ്ലാദും നമ്മുടെ ഇൻജസ്റ്റിലേക്ക് ആൾക്കാർ പറഞ്ഞത് സാറിന്
വെള്ളത്തിന് നമുക്ക് കൂടുതൽ ക്ഷാമം ഏർപ്പെടാറുണ്ട്. പക്ഷേ ഇവിടേക്ക് അതാത് സമയത്ത് കൃത്യം രാവിലെ വെള്ളം എത്തിക്കാനുള്ള സംവിധാനങ്ങൾ അങ്ങനെ എല്ലാം സുഗമമായി നിലവിലെ സാഹചര്യത്തിൽ നടക്കുന്നു എന്നത് തന്നെയാണ്. ഇതിനൊക്കെ വലിയൊരു എഫർട്ട് ഇവരുടെ ഈ അധ്യാപകർക്കാണ് അതിനു വേണ്ടിയിട്ട് നന്ദി അറിയിക്കേണ്ടത്. എന്തായിരുന്നാലും ടീം ജനം നിങ്ങളെ ക്ഷണിച്ചപ്പോൾ ഇവിടെ എത്തിയതിന് വളരെയധികം നന്ദി. പറഞ്ഞോളൂ സാർ. ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുണ്ട്. ഈ കലോത്സവത്തിന്റെ ഒരു പ്രത്യേകത, 62ാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് ഈ പന്തല് ഇൻഷുർഡ് ആണ്. അതായത് നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുമായി ചേർന്നിട്ട് 24 വേദികളിലും മത്സരിക്കുന്ന കുട്ടികൾ ഇവിടെ വരുന്ന, അതായത് ഈ സംഘാടകരായിട്ടുള്ള ഞങ്ങൾ 80 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റിക്ക് പുറമെ ഇവിടെ എത്തുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് 1 കോടി രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ആദ്യത്തെ കലോത്സവം എന്നുള്ള നിലയിലായിരിക്കും ഇത് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. സന്തോഷം. എന്തായിരുന്നാലും ഗ്രേറ്റ് എഫർട്ട് സാർ. താങ്ക് യു സർ. എല്ലാവർക്കും നന്ദി. ശരി ചേച്ചി.